കൂട്ടുകാരെ, നമുക്കൊരു സിമ്പിളായിട്ടൊരു പോക്കറ്റ് എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം. പോക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇടുന്ന വശത്ത് നിന്ന് 4 ഇഞ്ച് താഴോട്ട് എടുക്കുക. 4 ഇഞ്ച് താഴോട്ട് എടുത്തതിന് ശേഷം 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് പോക്കറ്റിൻ്റെ ലെങ്ത്ത് ഒരു 5.5 ഇഞ്ചോളം വന്നാൽ മതിയാകും. അതും അടയാളപ്പെടുത്തുക. ആ 1/2 ഇഞ്ച് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് ഒരു ഹാം പോലെ ആക്കുക. അതിനുശേഷം പോക്കറ്റ് തയ്ക്കേണ്ട തുണിയിൽ നിന്ന് താഴേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം പാൻറ്റിൻ്റെ നല്ല വശവും പോക്കറ്റിൻ്റെ നല്ല വശവും ചേർത്ത് വെക്കുക. ആ 1 ഇഞ്ച് വിട്ടതിന് ശേഷം വേണം ചേർത്ത് വെക്കാൻ. ചേർത്ത് വെച്ചതിന് ശേഷം നമ്മളൊരു 1/2 ഇഞ്ച് വരച്ചിട്ടില്ലേ, അതിൻ്റെ കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് വരെ എവിടം വരെയും വന്നിട്ടുണ്ട് അവിടെ വരെ അടിച്ച് മറിച്ചെടുക്കുക. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. 2 വശവും കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പോക്കറ്റിൻ്റെ അത് ഉൾവശത്തേക്ക് മറിച്ചിടണം. മറിച്ചിടുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അത് പതിച്ചടിക്കണം. ഇതുപോലെ പതിച്ചടിക്കുക. ശേഷം പോക്കറ്റിൻ്റെ മറ്റേ വശം ഈ വശത്തോട് ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം അളവെല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം. നോക്കിയതിന് ശേഷം ഇനി ബാക്ക് പീസും ഫ്രണ്ട് പീസും നല്ല വശവും ചേർത്ത് വെച്ച് നമ്മുടെ പോക്കറ്റ് തുടങ്ങുന്ന സ്ഥലത്ത് കൊണ്ട് കുത്തി നിർത്തിയതിന് ശേഷം അടിയിലെ പോക്കറ്റിൻ്റെ ഓപ്പൺ ഭാഗത്ത് സ്റ്റിച്ച് കൊള്ളാതെ വണ്ണം വളരെ സൂക്ഷിച്ച് അടിച്ച് തീർക്കുക. അതിനുശേഷം 1 ഇഞ്ച് താഴേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ആദ്യം മറിച്ചടിച്ചതിൻ്റെ അതിൽമേൽ കൊള്ളാതെ നമ്മൾ സ്ലോ ആയിട്ട് ഒരരികു പോലും കൊള്ളാതെ വണ്ണം നമ്മൾ 1 ഇഞ്ച് മേളിലേക്ക് വെച്ചിട്ടില്ലേ, ആ വശം വരെ താഴെ നടിച്ച് ഫിനിഷ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പോക്കറ്റിൻ്റെ ഫൈനൽ ലുക്കാണ്. സൂപ്പറായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പോക്കറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ.